അസ്സലാമലൈക്കും. ഇന്ന് പപ്പടം വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. അതുപോലെ 4 അല്ലി വെളുത്തുള്ളി, ഒരു 10-15 ചെറിയ ചുവന്നുള്ളി, പിന്നെ 15ഓളം വറ്റൽമുളകും, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ പുളിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചുടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിന് ശേഷം ആ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നന്നായിട്ടുണ്ട് മൂത്ത് വരണ്ട. ഒരു 3/4 ഭാഗമൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു വേവ് ഒന്ന് ഇതായി വരണം കേട്ടോ. കളറൊക്കെ ഒന്ന് നേരിയ ഒരു കളറ് മാറുവോളം. പിന്നെ അടുപ്പ് കണ്ടിട്ട് നിങ്ങളാരും ഇതാവണ്ടിട്ട് അടുപ്പിൽ കത്തി വീണിട്ട് അതിൻ്റെ മേലെ മക്കളെയൊക്കെ എന്താ വീണിട്ട് പൊട്ടിയതാണ്. വായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ആ വറ്റൽമുളകൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും ഒരു 2 മിനിറ്റ് നേരത്തോളം ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ അടുപ്പ് എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് സമതാക്ക് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എളുപ്പം ഈ അടുപ്പുമ്മൽ ഉണ്ടാക്കണം. നമുക്ക് ഗ്യാസിനൊക്കെ എളുപ്പമാണ് കേട്ടോ, വേഗം ആയി കിട്ടും. അപ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. മക്കളൊന്നും ഇതിന്മേൽ കത്തിപ്പിക്കാനൊന്നും സമ്മതിപ്പിക്കലില്ല. അപ്പോൾ മുളകും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പപ്പടം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പപ്പടമൊക്കെ ഫുള്ളും വറുത്തെടുത്തുക്കണം. ഞാൻ തീയൊന്ന് ഓഫാക്കി എടുത്തുക്കണം കേട്ടോ. അതിന് ശേഷം നേരത്തെ നമ്മൾ വാട്ടി വെച്ച മുളകും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അതിലത്തെ ആ വെളിച്ചെണ്ണ ഒഴിവാക്കരുത് കേട്ടോ. ആ വെളിച്ചെണ്ണയോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ല, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നല്ല ഇങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ. കുറച്ചൊരു തരിതരിപ്പൊക്കെ വേണം അത് അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം. അരച്ച് വന്നപ്പോൾ ഇത്ര കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആ പപ്പടം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലോ, അതിലേക്ക് ഇനി ഈ പപ്പടം പൊടിച്ചത് അതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്താലൊന്നും ഇത് കറക്റ്റായി കിട്ടൂല. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തരാം. അപ്പോൾ ഈ രീതിയിൽ പപ്പടം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.